ആമവേഗത്തിൽ പോയാൽ മതിയെന്നാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം. കേരളത്തെ മാത്രമല്ല, രാജ്യത്ത് അടിസ്ഥാന മേഖലയെ പൂർണ്ണമായി അവഗണിച്ചൊരു ബജറ്റാണിത്. ജിമ്മി സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞു. നമുക്ക് ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകേണ്ടിയിരുന്നത് കാർഷിക മേഖലയ്ക്കായിരുന്നു. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 200 ലക്ഷം കോടിയാണ്. അതിൽ 20% കാർഷിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പാദനമാണ്. കഴിഞ്ഞ സാമ്പത്തിക സർവേ പാർലമെൻറ്റിൽ വെച്ചപ്പോൾ കാർഷിക വളർച്ചയിൽ 1% കുറവാണ് വന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4.4% കാർഷിക വളർച്ചയാണ് രാജ്യത്ത് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ അത് 3.3% കുറഞ്ഞു. എന്ന് വെച്ചാൽ 1%-ലധികം കാർഷിക വളർച്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1%-ലധികം കാർഷിക വളർച്ച കുറയുമ്പോൾ നോക്കൂ, 20%, അതായത് മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 200 ലക്ഷം കോടിയാകുമ്പോൾ അതിൻ്റെ 20 ലക്ഷം കോടി കാർഷിക മേഖലയിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതിൻ്റെ 1% എന്ന് പറയുന്നത് 4 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ 4 ലക്ഷം കോടി രൂപയുടെ കാർഷിക ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടായിട്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്താണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത്? എന്ത് വലിയ പദ്ധതിയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്? കൃഷി മന്ത്രാലയത്തിന് അനുവദിച്ചിരിക്കുന്ന 1.4 ലക്ഷം കോടി രൂപയാണ്. എന്ന് വെച്ചാൽ 5% അധികം പ്രഖ്യാപനം നടത്തി. അതിനപ്പുറത്ത് കാർഷിക മേഖലയെ ഉണർത്തുന്നതിന് വേണ്ടി, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നടത്തിയിട്ടില്ല.